ലോകമെങ്ങും ആരാധകരുള്ള ഒരു സങ്കല്പമാണ് തീ തുപ്പുന്ന ഡ്രാഗൺ എന്നത്. എത്ര കാലം കഴിഞ്ഞാലും അതിനൊരു പുതുമയുണ്ട്. സിനിമകളിലൂടെയും ടി വി ഷോകളിലൂടെയും കോമിക്സുകളിലൂടെയുമെല്ലാം എല്ലാ പ്രായക്കാരുടെയും പ്രിയപ്പെട്ട ഒന്നാണത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഡ്രാഗൺ ആരാധകരുണ്ട്. അതുകൊണ്ട് തന്നെ ലോകപ്രശസ്തമായ പല നിർമ്മിതികൾക്കും ഡ്രാഗൺ വിഷയമായിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു നിർമ്മിതിയാണ് വിയറ്റ്നാമിലെ ദനാങ് നഗരത്തിൽ ഹാൻ നദിക്ക് മുകളിലായി ഉണ്ടാക്കിയ ഡ്രാഗൺ ബ്രിഡ്ജ്. ഇന്നിതൊരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണം കൂടിയാണ്. വിയറ്റ്നാം യുദ്ധത്തിൻ്റെ 38ാം വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ഡ്രാഗൺ ബ്രിഡ്ജ് നിർമ്മിച്ചത്. പാലത്തിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന മഞ്ഞ നിറത്തിലുള്ള ഈ ഭീമൻ ഡ്രാഗൺ രൂപത്തിൻ്റെ മുകളിൽ 2500 LED ലൈറ്റുകളുണ്ട്. ഈ ലൈറ്റുകൾ പ്രകാശിക്കുന്ന സമയത്ത് വളരെ ദൂരെ നിന്ന് തന്നെ ഇത് കാണാം. കൂടാതെ ഇടയ്ക്കിടെ വെള്ളവും തീയും തുപ്പുന്ന ഡ്രാഗൺ ഷോയും ശനി ഞായർ ദിവസങ്ങളിൽ കാണാം. ഈ LED ലൈറ്റുകൾ പ്രകാശിക്കുമ്പോൾ പാലത്തിന് തൊട്ട് താഴെയുള്ള ജലത്തിൽ ഇതിൻ്റെ പ്രതിഫലനവും അതിലൂടെ സഞ്ചരിക്കുന്ന പ്രകാശപൂരിതമായ അനേകം ബോട്ടുകളും ചേർന്ന് ഒരു മായാപ്രപഞ്ചം സൃഷ്ടിക്കുന്നു. ഇരുമ്പ്, കോൺക്രീറ്റ് എന്നിവ കൊണ്ടാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഏതാണ്ട് 4 വർഷമെടുത്തു പണി പൂർത്തിയാക്കാൻ. 666 മീറ്റർ നീളവും 37.5 മീറ്റർ വീതിയുമുള്ള ഡ്രാഗൺ ബ്രിഡ്ജിൽ ഗതാഗതത്തിനുള്ള 6 വരി പാതകളുണ്ട്. ഏതാണ്ട് $88 മില്യൺ ചെലവിൽ നിർമ്മിച്ച പാലം 2013 മാർച്ച് 29 ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. ഈ ഡ്രാഗൺ ബ്രിഡ്ജ് യുദ്ധവിജയത്തിൻ്റെ സിംബലായി കണക്കാക്കപ്പെടുന്നു. ഈ ഡ്രാഗൺ ബ്രിഡ്ജ് ഇത്രയും പ്രശസ്തമായത് അതിൻ്റെ നിർമ്മിതി വൈദഗ്ധ്യം കൊണ്ട് മാത്രമല്ല, തീ തുപ്പുന്നതുമല്ല, മറിച്ച് കമിതാക്കൾ ഷോ നടക്കുമ്പോൾ ഇവിടെ വന്ന് നദിയുടെ കരയിലുള്ള ഗ്രില്ലിൽ ഒരു താഴിട്ട് പൂട്ടുന്നു. ഇത് അവരുടെ സ്നേഹബന്ധം എന്നേക്കും നിലനിൽക്കും എന്നുള്ളതിൻ്റെ പ്രതീകമാണ്. ഞാനും വനജയും ഒരു താഴിട്ട് പൂട്ടിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നില്ലേ എത്ര താഴുകളാണ് ഗ്രില്ലിൽ പൂട്ടിയിട്ടിരിക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിലും വിയറ്റ്നാമിലെ പ്രധാന വിശേഷ ദിവസങ്ങളിലും ഡ്രാഗൺ ഷോ നടക്കുന്ന രാത്രി 9 മണിക്ക് ബ്രിഡ്ജിൽ ഗതാഗതം അനുവദിക്കുന്നതല്ല. 1000 വർഷങ്ങൾക്ക് മുമ്പ് വിയറ്റ്നാം ഭരിച്ചിരുന്ന ലൈ ഡൈനാസ്റ്റിയുടെ സിംബൽ ആണ് ഡ്രാഗൺ. വിയറ്റ്നാമിൻ്റെ ചരിത്രത്തിൽ ഡ്രാഗണ് വളരെ പ്രാധാന്യമുണ്ട്. വിയറ്റ്നാം സംസ്കാരം അനുസരിച്ച് ഡ്രാഗൺ രാജകീയതയുടെയും അധികാരത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ്. കൃത്യം 9 മണിക്ക് തന്നെ ഡ്രാഗൺ തീ തുപ്പാൻ തുടങ്ങി. 3 പ്രാവശ്യം തീ തുപ്പിയതിന് ശേഷം കുറേ സമയം കഴിഞ്ഞ് വെള്ളവും തുപ്പി. അനേകം വിദേശികളും സ്വദേശികളുമായ കമിതാക്കളാണ് ഈ ഷോ കാണാൻ ഡ്രാഗൺ ബ്രിഡ്ജിൽ തടിച്ചുകൂടുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെയോ ഇതിന് സമാനമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ടെന്ന് സൂരജ് പറഞ്ഞു. അതോടുകൂടി ഷോ അവസാനിച്ചു. കൃത്യമായി ശക്തിയായ മഴയും തുടങ്ങി. എല്ലാ കമിതാക്കളും മഴ നനഞ്ഞ് ഷോ കണ്ടു നിന്നു. വിയറ്റ്നാമിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.